നമ്മുടെ കാർഷിക മേഖല ഏറെ പ്രതിസന്ധിയിലെന്ന് പലരും വിലപിക്കുമ്പോൾ കൃഷിയെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് എല്ലാവിധ പച്ചക്കറി ഇനങ്ങളും സ്വർണ്ണമുഖി എന്ന അപൂർവ ഇനം വാഴയും കൃഷി ചെയ്ത് ജീവിത വിജയം നേടുന്ന ഒരു കർഷകൻ കോഴിക്കോട് മായനാടുണ്ട്, ശ്രീ ശ്രീധരൻ. സ്വർണ്ണമുഖിയാൽ സ്വന്തം ജീവിതം മാറ്റിമറിച്ച ശ്രീ ശ്രീധരൻ്റെ കാർഷിക വിശേഷങ്ങളിലേക്ക്. കോഴിക്കോട് വേങ്ങേരി കാർഷിക മൊത്ത വിപണന കേന്ദ്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കാർഷിക സമൃദ്ധി നിറവണിഞ്ഞു നിൽക്കുന്ന വിശാലമായ ഒരു വാഴത്തോട്ടം ആരുടെ ശ്രദ്ധയെയും ആകർഷിക്കും. ഒരു കാലത്ത് പുല്ലു വളർന്ന് വള്ളികൾ പടർന്ന് കാടുപിടിച്ച് തരിശായി കിടന്നിരുന്ന കാർഷിക മൊത്ത വിപണന കേന്ദ്രത്തിന്റെ വകയായുള്ള 3.5 ഏക്കർ വരുന്ന ഈ സ്ഥലം ഇന്ന് വാഴകളും വിവിധ ഇനം പച്ചക്കറികളും കൊണ്ട് നിറഞ്ഞ് കാർഷിക സൗന്ദര്യം എന്തെന്ന് കാട്ടിത്തരുന്നു. ഈ കാർഷിക വളർച്ചയ്ക്ക് പിന്നിൽ കൃഷിയെ ജീവന് തുല്യം സ്നേഹിച്ച് അധ്വാനത്തിന്റെ വിയർപ്പുമണികൾ വീഴ്ത്തുന്ന ഒരു കർഷകനുണ്ട്. കോഴിക്കോട് മായനാട്ട് സ്നേഹതീരം വീട്ടിൽ ശ്രീധരൻ. ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് സർക്കാരിൻ്റെ, അതായത് കാർഷിക മൊത്ത വിപണന കേന്ദ്രത്തിൽ സർക്കാരിൻ്റെ, കോഴിക്കോട് സർക്കാരിൻ്റെ ഓഫീസിൽ പത്രത്തിൽ പരസ്യം കൊണ്ടു ഇങ്ങനെ വാഴക്കൃഷിക്ക് പാട്ടത്തിൽ കൊടുക്കുന്നതെന്നു. അതിന് ഞാൻ പങ്കെടുത്തു. ആ ഓപ്ഷനിൽ ലേലത്തിൽ പങ്കെടുത്തു. അങ്ങനെ ലേലത്തിൽ പങ്കെടുത്ത് ആദ്യമായി 2 ഏക്കർ ലേലത്തെടുക്കുകയും ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഭയങ്കര കാടായിരുന്നു. JCB നിന്നാൽ കാടില്ല, JCBനേക്കാളായിട്ട് കാട്, ഭയങ്കര കാട് വെച്ചാൽ ആനത്തകര എന്ന് പറഞ്ഞാൽ ഒരു മുള്ളുണ്ടായിരുന്നു. ആ മുള്ളായിരുന്നു, ആർക്കും മനുഷ്യന് വെട്ടാൻ കഴിയാത്ത, ഒരു മെഷീന് വെട്ടാൻ കഴിയാത്ത രീതിയിലായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ വന്നു, JCB കൊണ്ടുവന്നു. 2.5 അടി ആഴമുള്ള ചാലുകൾ, 10 അടി വീട്ടിലുള്ള ചാലുകൾ ഫുള്ള്, 2 ഏക്കറിൽ ഫുള്ള് ചാലുകൾ എടുത്തു. ഏകദേശം 1.5 ലക്ഷം രൂപ ചിലവാക്കി ആ ചാലുകൾ എടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ മണ്ണ് ഇവിടെ കൊണ്ടിട്ട മണ്ണായതുകൊണ്ട് മണ്ണിൽ അല്പം മോശമാണെന്ന് തോന്നിയതുകൊണ്ട് നൈട്രജൻ കണ്ടന്റ് കൂടുന്നതിന് വേണ്ടി ഫുള്ളായിട്ട് പയറും പച്ചക്കറികളും ആദ്യത്തെ വിളവെടുത്തു. ഈ ആദ്യ വിളവെടുപ്പ് തന്നെ ഏകദേശം ആ ഇറക്കിയ പൈസ അപ്പം തന്നെ എനിക്ക് മുതലായി. കാരണം 1.5 ലക്ഷത്തിലധികം പച്ചക്കറി പറിച്ച് വിൽക്കാണ്ടായിരുന്നു. ഡെയിലി 200 കിലോയിലധികം പയർ ഡെയിലി പറിക്കായിരുന്നു. അതുകൂടാതെ പച്ചക്കറികളെല്ലാം തന്നെ വെണ്ടതും തുടങ്ങി പച്ചമുളക് തുടങ്ങിയിട്ട് കയ്പ, ചീര, അങ്ങനെ തുടങ്ങി എല്ലാ സാധനങ്ങളും നിറയെ ഉണ്ടായിരുന്നു. ശരിക്കും മാർക്കറ്റിൽ നിറസമൃദ്ധിയായി നിൽക്കുന്ന നല്ല രീതിയായിരുന്നു അത്. വിപണന തന്ത്രവും എനിക്കുണ്ടായിരുന്നു. കാരണം തോട്ടത്തിൽ വെച്ച് തന്നെ നേരിട്ട് കസ്റ്റമർക്ക് പറിച്ചു കൊടുക്കുക, അതിന് ഇഷ്ടംപോലെ ആളുകൾ വന്നിരുന്നു. എല്ലാതരം പച്ചക്കറികളും ഇവിടെ സുലഭമായി വളഞ്ഞപ്പോൾ ഈ മാർക്കറ്റിൽ തന്നെ ശരിക്കും ഒരു മുഖച്ഛായക്കിനൊരു മാറ്റം വന്നിട്ടുണ്ട്. കാരണം അത്രയും ജനങ്ങൾ മാർക്കറ്റിലേക്ക് എത്താൻ സാധിച്ചു. അതിനുശേഷം വീണ്ടും ലേലം വന്നു. 1.5 ഏക്കർ വീണ്ടും എടുത്തു. അതിനും ഇതുപോലെ തന്നെ ഓരോ സീസണാണ് എൻ്റെ കൃഷി. പച്ചക്കറി കൃഷി വരുന്ന സമയത്ത് അതിന്, അതായത് ഓരോ സീസൺ വരും. ഒന്ന് മണ്ഡലമാസത്തേക്കായിരുന്നു ആ സമയം. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന വിഷുവാണ്. വിഷുവിന് വേണ്ട എല്ലാ പച്ചക്കറികളും, അതായത് കണിവെള്ളരി മുതൽക്ക് ഏറ്റവും സെറ്റ് എല്ലാ പച്ചക്കറികളും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് നല്ല രീതിയിൽ ഏകദേശം 2-2.5 ലക്ഷം രൂപയ്ക്കുള്ള പച്ചക്കറി ആ സമയത്ത് വിറ്റു. രാസ കീടനാശിനികളോ രാസവളങ്ങളോ പ്രയോഗിക്കാതെ ജൈവ പാരമ്പര്യ കൃഷിരീതി അവലംബിച്ച് ഈ തോട്ടത്തിൽ ശ്രീധരൻ ഉൽപ്പാദിപ്പിക്കുന്ന നാടൻ പച്ചക്കറി ഇനങ്ങളായ ഇഞ്ചി, ചേന, കുമ്പളം, മത്തൻ തുടങ്ങിയവയ്ക്ക് അതിൻ്റെ സംശുദ്ധിയുടെ മികവിൽ ആവശ്യക്കാർ ഏറെയാണ്. ഇടത്തട്ടുകാരില്ലാതെ കടയിലൂടെ നേരിട്ട് വിൽപ്പന നടത്തുന്നതിനാൽ മികച്ച വരുമാനം തന്നെ തരമാകുകയും ചെയ്യുന്നു. പച്ചക്കറി ഇനങ്ങളുടെ വിൽപ്പനയ്ക്കൊപ്പം എല്ലാത്തരം പച്ചക്കറി വിത്തുകളും വിവിധ ഇനം വാഴക്കന്നുകളും മിതമായ നിരക്കിൽ മൊത്തമായും ചില്ലറയായും ഇവിടെ നിന്നും ലഭിക്കുന്നു. പച്ചക്കറി കൃഷിയിലൂടെയും വാഴക്കൃഷിയിലൂടെയും ജീവിത വിജയം കയ്യെത്തിപ്പിടിച്ച ശ്രീധരന് പച്ചക്കറി വിൽപ്പനയിലൂടെ മാത്രം ദിനംപ്രതി 5000 മുതൽ 6000 രൂപ വരെ കിട്ടുന്നു. ഭൂമിയുടെ പാട്ടത്തുകയായും വെള്ളക്കര ഇനത്തിലും 1 ലക്ഷത്തോളം രൂപ കാർഷിക മൊത്ത വിപണന കേന്ദ്രത്തിന് ശ്രീധരൻ നൽകുന്നുണ്ടെങ്കിലും തന്റെ കാർഷിക വിജയത്തിന് പിന്നിൽ കാർഷിക വിപണന കേന്ദ്രത്തിന്റെ സഹകരണം ഒരു പ്രധാന ഘടകമായി തന്നെ ഈ കർഷകൻ കാണുന്നു. ഇന്ന് കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല കർഷകരെ എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള ഒരു പദ്ധതിയായിരുന്നു, ഒരു പഠനമായിരുന്നു. ആഫി ബയോടെക് 3 വർഷം മുമ്പ് ആഫി ബയോടെക്കിൽ പോയി അവർക്ക് പാറ്റൻറ്റ് കിട്ടിയിരിക്കുന്നതാണ് ഈ സംഭവം. അവർ പാറ്റൻറ്റ് എടുത്തിരിക്കുക സ്വർണ്ണമുഖിക്ക്. അത് 50 കിലോ അധികം തൂക്കം വരുന്ന നേന്ത്രക്കൊല. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് പഴുത്ത് കഴിഞ്ഞാൽ 10 ദിവസം പഴം നിൽക്കുകയും നല്ല എക്സ്പോർട്ട് ക്വാളിറ്റി ഉണ്ടാവും, നല്ല മധുരം ഉണ്ടാവും. ഭർത്താക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഒരൊറ്റ ചില്ല് പോലും പൊട്ടിപ്പോകാത്ത ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള ഒരു സാധനമാണ്. ഏറ്റവും നല്ല മധുരമാണ്. അത് ഇന്ന് കഴിച്ചാൽ നാളെ അതിന് ചോദിച്ചു വരുന്ന ഒരു അവസരം അതിൻ്റെ അകത്തുണ്ട്. പിന്നെ കർഷകർ വാഴ എല്ലാവരും വയ്യോട്ട് നിൽക്കുമ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ എന്ത് മാർഗ്ഗം എന്ന് നോക്കിയപ്പോൾ സമയത്താണ് ഇത് കണ്ടുപിടിച്ചത്. അത് കൊണ്ടുവരികയും ആ സ്വർണ്ണമുഖീൻ്റെ പ്ലാന്റ് അവിടെ നിന്ന് കൊണ്ടുവന്നു. ഇവിടെ ഞാൻ പ്ലാന്റ് ചെയ്തു.
50 കിലോ കുറയാതെ 50 കിലോ തൂക്കം കിട്ടുന്ന കുല എനിക്ക് കിട്ടി. 10 കന്നും ബാലൻസ് വരും. ഒരു വാഴയ്ക്ക് 10 കന്ന് കിട്ടും. 10 കന്ന് വിൽക്കുമ്പോൾ തന്നെ ഏകദേശം മിനിമം 50 രൂപ വെച്ചിട്ട് 500 രൂപ കന്നിന് മാത്രം കിട്ടും. ഒരു വാഴയുടെ ചിലവ് 400 രൂപ വരുന്നുള്ളൂ. കന്ന് വിറ്റാൽ തന്നെ അതിന് 100 രൂപ അധികം കിട്ടും. പിന്നെ കൊല 50 കിലോ കൊല വരുമ്പോൾ 40 കിലോ കിട്ടിയാലും 40 × 20 800 രൂപ വെച്ച് അതും കിട്ടും. അപ്പോൾ എത്ര കഴിച്ചാലും ഒരു വാഴയിൽ നിന്നും 1000 രൂപ ബാലൻസ് വരുന്ന കർഷകൻ ഒരു വർഷം കൊണ്ട് 100 വാഴ വെക്കുന്ന കർഷകൻ 1 ലക്ഷം രൂപ മാറ്റി വെക്കുന്ന ഒരു പുതിയ പദ്ധതിയുമായിട്ടാണ് ഈ മാർക്കറ്റിൽ എത്തിയിരിക്കുന്നത്. അതിൻ്റെ തുടർ നടപടി എന്നാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 1500 വാഴ ഇവിടെയും 1000 വാഴ വയനാട്, അങ്ങനെ 2500 വാഴയാണ് മൊത്തം ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു റിസൾട്ട് തന്നെയാണ് വന്നത്. കാരണം വാഴയ്ക്ക് 4-5 മാസമായിട്ടേ ഉള്ളൂ. കുലയ്ക്കാൻ ശരിക്കും 8 മാസം വേണം. 8 മാസം കുലയ്ക്കാനും 3 മാസം കൊല മൂക്കാനും വേണം. കാർഷിക കെടുതിയിൽപ്പെട്ട് വാഴകർഷകർ വൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിച്ച് നട്ടം തിരിയുന്ന ഒരു വേളയിലാണ് സ്വർണമുഖി എന്നൊരു നവീന വാഴ ഇനത്തെക്കുറിച്ച് ശ്രീധരൻ അറിയുന്നത്. ഇസ്രയേൽ സാങ്കേതിക വിദ്യയിൽ ആലുവയിലെ ആഫി ബയോടെക് വികസിപ്പിച്ചെടുത്ത ഈ വാഴ ഇനത്തിൻ്റെ അനിതര സാധാരണമായ പ്രത്യേകത തിരിച്ചറിഞ്ഞ ശ്രീധരൻ സ്വർണമുഖി വാഴകൃഷി തൻ്റെ പാട്ടഭൂമിയിൽ ചെയ്യാൻ തയ്യാറാകുകയായിരുന്നു. കായ പഴുത്തു കഴിഞ്ഞാൽ സ്വർണ്ണതുല്യമായ നിറം കൈവരുന്നതിനാലാണ് ഈ വാഴയെ സ്വർണമുഖി എന്ന് വിളിക്കപ്പെടുന്നത്. നല്ല മധുരവും പോഷക ഗുണവും നിറഞ്ഞ സ്വർണമുഖി വാഴക്കുലകൾ കുറഞ്ഞത് 10 ദിവസം വരെ കേടുകൂടാതിരിക്കും. ഒരു കുലയ്ക്ക് ഏകദേശം 50 കിലോഗ്രാം തൂക്കം വരുന്നു. രോഗപ്രതിരോധ ശേഷി കൂടിയ സ്വർണമുഖിയിൽ രോഗകീടബാധ കണ്ടുവരുന്നില്ല. സാധാരണ വാഴകളിൽ നിന്നും വ്യത്യസ്തമായി ഈ വാഴച്ചുവട്ടിൽ 10 വാഴക്കന്നുകൾ വരെ വളരുന്നു. ഈ വാഴക്കന്നുകളുടെ വിൽപ്പനയിലൂടെ മറ്റൊരധിക വരുമാനവും അദ്ദേഹത്തിന് ലഭിക്കുന്നു. ഒരു സ്വർണമുഖി വാഴയുടെ കൃഷി ചെലവായി ഏതാണ്ട് 400 രൂപ വരുമ്പോൾ ഒരു കുല വിൽപ്പനയിലൂടെ 1000-ഓ അതിലധികമോ രൂപ ലഭ്യമാകുന്നു. സ്വർണ്ണമുഖി എന്നുള്ള വാഴ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2.5 അടിയുള്ള കുഴി എപ്പോഴും വേണം. ഒറ്റവാഴ വെക്കുകയാണെങ്കിൽ ചാലുകൾ എടുക്കുക, അല്ലെങ്കിൽ ചാലുകളാണെങ്കിൽ 2.5 അടിയിൽ ചാലുകൾ വേണം. വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്തായിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ 2.5 അടിയിലെ കുഴി വേണം. കാരണം വാഴ നല്ല വണ്ണത്തിൽ വരുന്നത് കൊണ്ട്, നല്ല നല്ല വണ്ണമുള്ള വാഴ ആയതുകൊണ്ട് തന്നെ 2 അടി ആഴം വേണം കുഴിക്ക്. അതിൽ നിറയെ ചപ്പുചോറുകൾ നിറയ്ക്കുക. അതിനുശേഷം 1 കിലോ കുമ്മായം ചേർത്ത് ആദ്യം അടിവളമായിട്ട് കുറച്ച് ജൈവവളം ചേർത്ത് കുഴി മേൽമണ്ണ് വെട്ടി മൂടിക്കളയണം. മൂടിയ ശേഷം അത് നല്ലോണം അമർത്തി മൂടിയ ശേഷം അതിൻ്റെ നടുക്കാണ് ഈ വാഴക്കന്ന് വെക്കേണ്ടത്. ടിഷ്യൂ കൾച്ചർ ആണെങ്കിലും കന്നാണെങ്കിലും നടുക്ക് വെച്ച് കൊടുക്കണം. വെച്ച ശേഷം ആദ്യ മാസം 15 ദിവസം കഴിഞ്ഞ ശേഷം ജൈവവളം കൊടുക്കാം. 30 ദിവസം കൂടുമ്പം കുറച്ച് രാസവളം കൊടുക്കാം. ആദ്യഘട്ടത്തിൽ കുറച്ച് ഫാക്ടംബോസ് കൊടുക്കണം. കാരണം മണ്ണിൽ ഇതിന് കൂടുതൽ മൂലകങ്ങൾ വേണ്ടതുകൊണ്ട് കുറച്ച് രാസവളം ഇതിന് നിർബന്ധം കൊടുത്തിരിക്കണം. കാരണം ഓരോ മാസം കൂടുമ്പം ആണ് വളം കൊടുക്കുന്നത്. ഓരോ മാസം വളവും ചപ്പുചോറും ഇട്ടിട്ട് ഓരോ മാസം അടുക്കി പിന്നെ മണ്ണ് കൂട്ടി കൊടുക്കണം. അപ്പോൾ ഈ വാഴ താഴേക്ക് ഇറങ്ങുന്നതിനൊക്കെ വേര് എപ്പോഴും വാഴയ്ക്ക് മുകളിലേക്ക് വേര് പൊന്തി വരിക. അങ്ങനെ പൊന്തി വന്ന് നല്ല ഗ്രോത്തിൽ ഏകദേശം നല്ലൊരാൾക്ക് കയറാൻ ഒരു തെങ്ങിനേക്കാൾ വണ്ണത്തിൽ ഈ വാഴ വണ്ണം വെച്ച് വരും. വണ്ണം വെച്ച് വരുന്ന സമയത്ത് നല്ല വെയിലുള്ള പ്രതലത്തിലാണെങ്കിൽ അതിന് ഊന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, നാട്ടിൽ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ശരിക്കും കുലച്ചിട്ട് കൊല മൂക്കുന്നവരെ വാഴ പൊട്ടാതെ അവിടെ നിൽക്കും. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം അത്രയും ആരോഗ്യമുണ്ട് വാഴയ്ക്ക്. പിന്നെ അത്രയും സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ 10 കന്ന് പൊട്ടാനുള്ള സൗകര്യം വെച്ച് കൊടുക്കണം. സാധാരണ 2 കന്ന് ഒരു വാഴയ്ക്ക് എടുക്കാറെങ്കിലും ഇതിന് 10 കന്നും ശരിക്കും ഗുണനിലവാരം ഉണ്ടെന്നുള്ളത് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം അങ്ങനെ വെച്ചിട്ടാണ് ഈ ഇത്രയും വാഴ ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. അതുകൊണ്ട് ടിഷ്യൂ കൾച്ചർ വെക്കുകയാണെങ്കിലും ഒരു കന്ന് എടുക്കാൻ പറ്റുന്നില്ലെങ്കിലും ശരിക്കും അതിൻ്റെ എത്ര കന്നുണ്ട് അത്രയും കന്നിന് ഗ്രോത്ത് ഉണ്ടായിരിക്കും. മദർ കണ്ടന്റ് ശരിക്കും ഉണ്ടാവുന്നുണ്ട്. ആ രീതി തന്നെ നല്ല വിളവും കിട്ടുന്നുണ്ട്. പിന്നെ നല്ല ഗുണനിലവാരമുള്ള രീതിയിലേക്ക് അത് വരുന്നതും. സ്വർണമുഖി വാഴകൾ നട്ടുകഴിഞ്ഞാൽ 8 മാസം വരെ അതീവ ശ്രദ്ധയോടെയുള്ള പരിചരണം അനിവാര്യമാണ്. ഉണങ്ങിയ വാഴപ്പട്ടകൾ മാറ്റുന്നതിലും ഇളകിയ പട്ടകൾ ചേർത്തു കെട്ടുന്നതിലും കുലയുടെ പരിരക്ഷയിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റു വാഴയിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വാഴ വെച്ച് തുടങ്ങുമ്പോൾ തന്നെ കന്ന് പൊട്ടാൻ തുടങ്ങും. കന്ന് പൊട്ടുമ്പോൾ ഒരു കാരണവശാലും വാഴ കുലയ്ക്കുന്നവരെ ഒരു കന്നിനെ പോലും നിർത്താൻ പാടില്ല. ഒക്കെ വെട്ടി അരിഞ്ഞു കൊടുക്കണം. ഒരു ഉണങ്ങിയ പട്ട പോലും നിർത്താൻ പാടില്ല. അതേസമയത്ത് ഉണങ്ങാതെ പട്ടകൾ ഇങ്ങനെ പുറത്തേക്ക് വന്ന് നിൽക്കണമെങ്കിൽ അതിന് കൂട്ടിക്കെട്ടി കൊടുക്കണം. കാരണം വാഴ ശരിക്കും അടി കല്ല വണ്ണം വെക്കണമെങ്കിൽ ഇവിടെ ഒരു അമർച്ച കിട്ടണം. വാഴയുടെ കല്ലയ്ക്ക് വണ്ണം വെക്കുന്നതിനുള്ള ഒരു വ്യത്യാസത്തിന് വേണ്ടിയിട്ടാണ് അത് കൂട്ടിക്കെട്ടുന്നതിൻ്റെ ഒരു ഉദ്ദേശം. വാഴകൾ കണകൾ ഒടിഞ്ഞു നിൽക്കുമ്പോൾ പുറത്തേക്ക് തൂങ്ങിക്കുന്ന സമയത്ത് അത് ശരിക്കും നമ്മൾ ഒരു നാര് വെച്ച് കെട്ടി കൊടുക്കണം. കാരണം ഇവിടെ കെട്ട് വരുമ്പം അടിയിൽ വാഴ ശരിക്കും കല്ല കീറി വണ്ണം വെക്കാമെന്ന് പറയും. അപ്പോൾ കല്ല നല്ലോണം കീറി വന്നിട്ട് നല്ല സ്പേസായി നല്ല വണ്ണത്തിലുണ്ടാവും. എത്ര മണ്ണ് കൂട്ടി കൊടുത്താലും കല്ല് എപ്പോഴും പുറത്ത് കണ്ടുകൊണ്ടേയിരിക്കണം. അതായത് വാഴ കുലയ്ക്കുന്നവരെ കല്ല പുറത്ത് ഇങ്ങനെ കാണാം. അപ്പോഴേ അതിൻ്റെ വണ്ണത്തിൻ്റെ ശരിക്കുള്ള വണ്ണം യഥാർത്ഥ വണ്ണം വരുള്ളൂ. മണ്ണ് കൊണ്ട് ഇറങ്ങിപ്പോകാൻ പാടില്ല. അതിൻ്റെ പ്രത്യേകത. പിന്നെ വളം ഉണ്ടോ എന്ന് അറിയാവുന്നതിന് വേണ്ടിയിട്ട് ഓരോ തൂമ്പുകളും പിണഞ്ഞായിരിക്കും വരിക. കൊടുമ്പിരി കൊണ്ടുവരുന്ന തൂമ്പുകളായിരിക്കും ഒക്കെ ഉണ്ടാവുക.
ആ രീതിയിലായിരിക്കും. വാഴകളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കായി വാഴ നട്ടു കഴിഞ്ഞാലുണ്ടാകുന്ന കന്നുകൾ പിഴുതുമാറ്റുകയോ വെട്ടിമാറ്റുകയോ ചെയ്യേണ്ടതുണ്ട്. അടിയിലെ ഇലഭാഗം പൊട്ടിക്കീറി നീണ്ടു ചുരുണ്ട് പിരിഞ്ഞു വളരുന്ന കൂമ്പില വാഴയ്ക്ക് നല്ല വളം ലഭിച്ചതിനെ കാണിക്കുന്നു. മഴക്കാല കൃഷി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇടവമാസത്ത് തുടങ്ങാം. ഇടമഴ പെയ്തതിന് ശേഷം നമുക്ക് ചാലുകളെടുത്ത് വെള്ളം നിറഞ്ഞ് കെട്ടി നിൽക്കാത്ത സ്ഥലമായിരിക്കണം. ഉയർന്ന പ്രതലത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2.5 അടി 2 അടിയൊക്കെ ആക്കി കുറയ്ക്കാം നമുക്ക്. കാരണം മഴക്കാലമാകുമ്പോൾ വെള്ളം നിൽക്കരുത്, അടിയിൽ വെള്ളം നിൽക്കരുത്. എന്നിട്ട് നിറയെ ചപ്പുചവറുകൾ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ 1 കിലോ കുമ്മായിട്ട് അത് കുറച്ച് ജൈവവളം ഇട്ടിട്ട് കുഴി മൂടിയ ശേഷം മേത കന്നു വെക്കണം. അങ്ങനെയാണ് ശരിക്കും. അത് കഴിയുമ്പോൾ ഇടവം, മിഥുനം, കർക്കിടം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം ധനുമാസത്ത് കുറയ്ക്കും. പിന്നെ മകരം, കുംഭം, മീനും 3 മാസം. അപ്പോൾ 3 മാസം നനച്ചാൽ മാത്രം മതി. ഈ സമയത്ത് ചെയ്യുന്നുള്ള ഏറ്റവും വലിയ ഗുണത 3 മാസത്തെ നന കൊണ്ട് നമുക്കൊരു കൊല്ലം വാഴ വെട്ടിയെടുക്കാം. അതേസമയത്ത് വേനൽക്കാലത്ത് പിന്നെ ചിങ്ങമാസത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്കത് 5 മാസം നനയ്ക്കേണ്ടി വരും. അത് സമയത്ത് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണോ അത് നനയ്ക്കുന്നത്, ആഴ്ചയിലാണ് ദിവസം നനയ്ക്കുകയാണെങ്കിൽ ആ വാഴയ്ക്ക് ദിവസം നനച്ചുകൊണ്ടേയിരിക്കണം. 2 ദിവസം കൂടുമ്പോൾ നനയ്ക്കുന്ന വെച്ചാൽ 2 ദിവസം കൂടി നനച്ചാൽ മതി. ആഴ്ചയിൽ ഒരു നനയുണ്ടെങ്കിൽ ആ ഒരു തന്നെ നനച്ചാൽ മതി. അങ്ങനെ മാസം 4 തന്നെ നനച്ചാൽ മതി. ആദ്യം എന്താണോ നമ്മൾ വെക്കുമ്പോൾ പഠിപ്പിക്കുന്നത് ആ രീതിയേക്ക് ഈ വാഴയ്ക്ക് ഉണ്ടാവുക. ഒരു പ്രത്യേകത വാഴേൻ്റെ എല്ലാ വാഴയിൽ നിന്നും വ്യത്യസ്തമാണ്. നല്ല ശരിക്കും പ്രതിരോധശേഷി കൂടുതലുള്ള വാഴക്കന്നാണിത്. മഴക്കാല കൃഷി ഇടവമാസത്തിൽ ആരംഭിക്കുന്നു. അടിയിൽ വെള്ളം കെട്ടി നിൽക്കാതെ ചപ്പുചവറുകൾ ഇട്ട് അതിനു മുകളിൽ കുമ്മായം വിതറി ജൈവവളവും ചേർത്താണ് മഴക്കാല കൃഷി ആരംഭിക്കുക. മഴക്കാലത്ത് 3 മാസം നനച്ചു കൊടുത്താൽ മതിയാകും. വേനൽക്കാലത്തെ സ്വർണ്ണമുഖി വാഴകൃഷി ചിങ്ങമാസത്തിൽ ആരംഭിക്കുന്നു. ഇക്കാലത്ത് 5 മാസം നനയ്ക്കേണ്ടതുണ്ട്. നനയ്ക്കുന്ന രീതിയിൽ നിന്നും വ്യതിചലിക്കാൻ പാടുള്ളതല്ല. ഓരോ ദിവസവും നനയ്ക്കുകയാണെങ്കിൽ അതങ്ങനെ തന്നെ തുടരണം. ഒന്നിടവിട്ട ദിവസങ്ങളിലാണെങ്കിൽ അതും ആ രീതിയിൽ തന്നെ തുടരേണ്ടതാണ്. വാഴയ്ക്ക് ഓരോ മാസവും നമ്മൾ പുല്ലുകളൊക്കെ പറിച്ച് അതിൻ്റെ കിളകളൊക്കെ മാറ്റി വാഴയെ ശരിക്കും നമ്മൾ കർഷകൻ്റെ കണ്ണാണ് കൃഷി എന്നുള്ള പ്രത്യേകം തന്നെ. എപ്പോഴും ഒരു മാസം ഒരു എല്ലാ ദിവസവും വരാൻ പറ്റിയില്ലെങ്കിലും 1-2 ദിവസങ്ങളിലും വാഴയെ നമ്മൾ കണ്ണുകൂടി ശ്രദ്ധിക്കണം. വാഴയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നുണ്ടോ, കുരലടപ്പനൊക്കെ വരുന്നുണ്ടാവും. ഈ വാഴ തൂമ്പ് പെട്ടെന്ന് കൂടി പുറത്തേക്ക് വരാതിരിക്കും. വലിയ വാഴേൻ്റെ വലിയ കണയായതുകൊണ്ട് എപ്പോഴും തൂമ്പ് കുടുങ്ങുന്നൊരു അവസരമുണ്ട്. അത് തൂമ്പടയ്ക്കലല്ല. ആ സമയത്ത് അതിന് സൂഡോമോണസ് വെച്ച് കൊടുക്കുക. സൂഡോമോണസ് അല്ലെങ്കിൽ നമ്മൾക്ക് പിന്നെ ഗോമൂത്രം നേർപ്പിച്ച് കവിളിൽ വെച്ച് കൊടുക്കാം. എല്ലാ കവിളിലും കുറച്ച് സൂഡോമോണസ് വെച്ച് കൊടുത്താൽ അതിൻ്റെ ആ ഒരു ബാധ്യത നീങ്ങി കിട്ടും, നല്ല വൃത്തി കിട്ടും. പിന്നെ ബാർ സോപ്പ് കട്ട് ചെയ്തിട്ട് ഓരോ കഷ്ണം കവിളിലൊക്കെ വെച്ച് കൊടുത്താൽ തണ്ടുതുറപ്പൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാം. കീടനാശിനികളൊന്നും തളിക്കേണ്ട ആവശ്യമില്ല. കീടനാശിനി തളിച്ചിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കണ്ടല്ലോ. അപ്പോൾ അതിനുപരി നമുക്കിതിനെ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിന് മുമ്പ് രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളൊരു മുൻകരുതലാണിത്. ബാർ സോപ്പ് കുറേശ്ശെ വെച്ച് കൊടുക്കുക, എല്ലാ കവിളിലും വെച്ച് കൊടുക്കുക, സൂഡോമോണസും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേമാതിരി വാഴ പട്ടകളൊക്കെ വെട്ടി വൃത്തിയാക്കിയപ്പം വെച്ചാൽ വാഴയ്ക്ക് ഒരു അസുഖവും വരില്ല, ഒരു തണ്ടുതുറപ്പിനും വാഴനെ ആക്രമിക്കാൻ വരില്ല. വളപ്രയോഗം ഓരോ മാസവും നടക്കുന്നു. 1 മാസം ജൈവവളമാണെങ്കിൽ അടുത്ത മാസം ഫാക്ടം ഫോസ് എന്ന രീതിയിലാണ് നടക്കുക. കോഴിക്കാഷ്ടം, കടലപ്പിണ്ണാക്ക് തുടങ്ങിയ നൈട്രജന്റെ അംശം കൂടുതലുള്ള വളങ്ങൾ ധാരാളമായി നൽകുന്നു. വാഴയിൽ കണ്ടുവരുന്ന കുഴലടപ്പൻ നിയന്ത്രിക്കുന്നതിനായി ജൈവ കുമിൾനാശിനിയായ സ്യൂഡോമോണസ് പ്രയോഗിക്കുന്നു. ഗോമൂത്ര പ്രയോഗവും ഇതിന് നല്ലതാണ്. ബാർ സോപ്പ് മുറിച്ച് ഓരോ കഷ്ണം വാഴക്കവിളിൽ വച്ചു കൊടുക്കുന്നത് മൂലം തണ്ടുതുരപ്പൻ പുഴുവിൻ്റെ ശല്യം നിയന്ത്രിക്കാനാകും. രോഗനിയന്ത്രണത്തിന് ജൈവ കീടനാശിനി പ്രയോഗം മാത്രം അവലംബിക്കുന്ന ശ്രീധരന് അദ്ദേഹത്തിൻ്റെ സ്വന്തം ചില ചികിത്സാ വിധികളും ഇതിൽ കൂട്ടുചേരുന്നു. ഈ വാഴ നട്ട് ശരിക്കും ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ 8ാമത്തെ മാസം വാഴ കുലയ്ക്കും. 8ാമത്തെ മാസം വരയ്ക്കും. ഈ 8 മാസം നമ്മൾ അതിൻ്റെ എടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. കാരണം ഒരു ദിവസം പോലും മാറി നിൽക്കാത്ത രീതിയിൽ അവരെ കണ്ടുകൊണ്ടേയിരിക്കണം നമ്മൾ. അങ്ങനെ കുലച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ശരിക്കും എല്ലാ പടലയും വിരിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ അതിനെ തട്ട ഒട്ടിക്കാം, കുടപ്പിനൊട്ടിക്കാം. ഒടിക്കുന്ന സമയത്ത് 10 പടലയ്ക്ക് മേതുണ്ടെങ്കിൽ ഒരു പടലയോ 2 പടലയോ കട്ട് ചെയ്യാം. കാരണം 10 പടലയ്ക്ക് മേത ഇതിന് വേണ്ട ആവശ്യമില്ല. 10 പടല ഉണ്ടെങ്കിൽ തന്നെ ശരിക്കും 50 കിലോന് മേത തൂക്കം വരും. അപ്പം 10 പടലുള്ള കൊലയാണെങ്കിൽ അടിയിലേക്ക് വരുന്ന 11ാമത് വരുന്ന പടല തട്ടയടക്കം മുറിച്ച് കളയാം. ആ മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആ എല്ലാ കായും ഒരേ ഈക്വലായി നിൽക്കും. മുകളിലെ പടല തൊട്ട് അടി വരെ ഒരേ രീതിയിലായിരിക്കും. പിന്നെ ഇതിന് വ്യത്യാസം, മേലെ വെള്ള പടലിൽ 20 കായ ഉണ്ടെങ്കിൽ അത് എല്ലാ പടലിലും 20 കായ ഉണ്ടാവും. അല്ല 10 പടൽ ഉണ്ടെങ്കിൽ 200 കായ ഉണ്ടാവും, 8 പടൽ 160 കായ ഉണ്ടാവും. 160 ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 160 കായാണ് ശരിക്കും. ആ 160 കായ നല്ല നീളവും വലുപ്പം, പിന്നെ ഓവറായിട്ട് വണ്ണം വെക്കില്ല, പക്ഷെ നീളം ഉണ്ടാവുന്നത് മാത്രമേ ഉള്ളൂ. വാഴയ്ക്ക് കാണാൻ നല്ല വൃത്തി ഉണ്ടാവും,
നല്ല നിറം തന്നെയാണ്. അതായത് സ്വർണ്ണമുഖി തന്നെ സ്വർണ്ണത്തിൻ്റെ പഴുത്ത് കഴിഞ്ഞാൽ സ്വർണ്ണത്തിൻ്റെ നിറം തന്നെയാണ്. 10 ദിവസത്തേക്ക് കേടുകൂടാ സൂക്ഷിക്കാം, എക്സ്പോർട്ട് ചെയ്യാം നമുക്ക്. അപ്പം അത്രയും നല്ല ക്വാളിറ്റി സാധനം. ആദ്യം 1.5 ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്ത് ആരംഭിച്ച ശ്രീധരന്റെ പച്ചക്കറി കൃഷി വൻ വിജയം കണ്ടതോടെ വീണ്ടും 1.5 ഏക്കർ ഭൂമി കൂടിയെടുത്ത് വിപുലമാക്കുകയായിരുന്നു. പിന്നീട് ഓണം, വിഷു തുടങ്ങിയ ഉത്സവ സീസൺ ലക്ഷ്യമാക്കി കൂടി ആരംഭിച്ച പച്ചക്കറി കൃഷിയിലൂടെയും വാഴക്കൃഷിയിലൂടെയും എല്ലാ സീസണിലും എല്ലാ പച്ചക്കറി ഇനങ്ങളും വാഴക്കുലകളും എന്ന നിലയിലേക്ക് ശ്രീധരൻ എന്ന ഈ കർഷകൻ തന്റെ ഉൽപാദന മേഖലയെ കൊണ്ടെത്തിക്കുകയായിരുന്നു. ഇത് മൈസൂർ പഴം എന്നതിന് പറയുക. മൈസൂർ വാഴയാണ്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടാണെങ്കിൽ ഇത് നട്ട് 5 മാസം കഴിഞ്ഞാൽ കുലയ്ക്കും. ഇത് ഫുള്ള് ഓർഗാനിക് ആയതുകൊണ്ടാണ് കായ്ക്ക് അത്ര തുടുപ്പില്ലാത്തത്. ഒരു രാസവളവും കീടനാശിനിയും തുടിക്കാത്ത ഏറ്റവും നല്ല ഒരു വാഴയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഫുള്ള് എല്ലാ പടലയും വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കൂടി കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ മൂട്ടിൽ 2 പടലയിൽ നിന്ന് വെട്ടി ഒഴിവാക്കി. കാരണം ഇതുവരെയുള്ള കായ്കളൊക്കെ നല്ല ശരിക്കും വാണിജ്യാടിസ്ഥാനം നമുക്ക് ഉപയോഗിക്കാൻ തന്നെ കിട്ടും, അല്ലെങ്കിൽ എല്ലാ കായും സൂക്ഷിച്ചു പോകും. അത് ഈ വാഴ എന്നല്ല, എല്ലാ വാഴകൾക്കുള്ളൊരു പ്രത്യേകതയാണ്. കാരണം അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ബാക്കി വരുന്ന കായ്കൾ കായ്ക്ക് നല്ല ഇതുണ്ടാവുള്ളൂ, തുടുപ്പുണ്ടാവുള്ളൂ. അതിനാണ് നല്ല കായ് കിട്ടുന്നതിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിന് ശരിക്കും അങ്ങനെ രോഗം വരാത്ത പ്രതിരോധശേഷി കൂടുതലുള്ള ഒരു ഇനമാണിത്. മികച്ച കർഷകനുള്ള പുരസ്കാരമേകിക്കൊണ്ട് നബാർഡ് ഈ കർഷകന്റെ കാർഷിക വൃത്തിയെ ആദരിച്ചു. 2011-2012 വർഷം ഗ്രൂപ്പ് കൃഷിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ മായനാട് ഹരിതം ഫാമേഴ്സ് ക്ലബിന്റെ പ്രസിഡന്റ് കൂടിയാണ് ശ്രീധരൻ. 2013 ആത്മ അവാർഡ്, മികച്ച ജൈവ കർഷകനുള്ള സരോജിനി ദാമോദരൻ ഫൗണ്ടേഷന്റെ അക്ഷയശ്രീ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. കൃഷി നഷ്ടത്തിലാണ് എന്ന് വിലപിക്കുന്നവരോട് മാർക്കറ്റ് അറിഞ്ഞു വേണം കൃഷി ചെയ്യാൻ എന്ന ഉപദേശമാണ് ശ്രീധരൻ നൽകുന്നത്. കാർഷിക രംഗത്തോടുള്ള പ്രതിബദ്ധതയും ഇച്ഛാശക്തിയും കഠിനാധ്വാനവും കൊണ്ട് പച്ചക്കറി ഇനങ്ങളും സ്വർണ്ണമുഖി വാഴക്കുലകളും ഉൽപ്പാദിപ്പിച്ച് ശ്രീധരൻ എന്ന ഈ കർഷകൻ തന്റെ സ്വപ്നങ്ങളെ സഫലമാക്കുമ്പോൾ അത് സമൂഹത്തിനേകുന്നത് കൃഷിയെ ജീവിതത്തോട് ചേർത്ത് നിർത്തി സ്നേഹിക്കാനുള്ള ഒരെളിയ ആഹ്വാനം തന്നെ. സ്വർണ്ണമുഖിയിലൂടെ സ്വപ്നങ്ങളെ പൂവണിയിച്ച അദ്ദേഹത്തെ പോലുള്ള കർഷകരുടെ ആർജവവും ആത്മാർത്ഥതയുമാണ് കാർഷിക കേരളത്തിൻ്റെ നിലനിൽപ്പ് തന്നെ. ബാങ്കിലേക്ക് കടന്നു വരൂ, സുഭദ്രമാകും ഇന്ധനം, സുരക്ഷിതം ജീവിതം. അവതരിപ്പിക്കുന്നു പ്രധാനമന്ത്രി ജൻധൻ യോജന. ഇപ്പോൾ നിഷ്പ്രയാസം ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം. ഒപ്പം നേടാം ഡെബിറ്റ് കാർഡ് 1 ലക്ഷത്തിന്റെ അപകട ഇൻഷുറൻസ് പ്രയോജനങ്ങളും. മുന്നേറൂ, ബാങ്കിലേക്ക് കടന്നു വരൂ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ബാങ്കിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഇന്ന് തന്നെ അടുത്തുള്ള ബാങ്ക് ശാഖയുമായോ ക്യാമ്പുമായോ ബാങ്ക് മിത്രമായോ ബന്ധപ്പെടൂ. KSFE ഭാഗ്യവർഷ ചിട്ടികളിൽ ഉടൻ അംഗമാകും. ആകർഷകങ്ങളായ സമ്മാനങ്ങൾ നേടൂ. ഒരിക്കലും മലയാളി ഓണം മറക്കില്ല. KSFE ചിട്ടികളും. മുന്നേറൂ, ബാങ്കിലേക്ക് കടന്നു വരൂ. സുഭദ്രമാകും ഇന്ധനം, സുരക്ഷിതം ജീവിതം. അവതരിപ്പിക്കുന്നു പ്രധാനമന്ത്രി ജൻധൻ യോജന. ഇപ്പോൾ നിഷ്പ്രയാസം ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം. ഒപ്പം നേടാം ഡെബിറ്റ് കാർഡ് 1 ലക്ഷത്തിന്റെ അപകട ഇൻഷുറൻസ് പ്രയോജനങ്ങളും. മുന്നേറൂ, ബാങ്കിലേക്ക് കടന്നു വരൂ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ബാങ്കിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഇന്ന് തന്നെ അടുത്തുള്ള ബാങ്ക് ശാഖയുമായോ ക്യാമ്പുമായോ ബാങ്ക് മിത്രമായോ ബന്ധപ്പെടൂ. മുന്നേറൂ, ബാങ്കിലേക്ക് കടന്നു വരൂ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ബാങ്കിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഇന്ന് തന്നെ അടുത്തുള്ള ബാങ്ക് ശാഖയുമായോ ക്യാമ്പുമായോ ബാങ്ക് മിത്രമായോ ബന്ധപ്പെടൂ.
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാടൻ പശുക്കളെ സംരക്ഷിക്കുന്നതിന് പ്രത്യേക പദ്ധതി. സീറോ ബജറ്റ് കൃഷി സംസ്ഥാനതല സംഗമം. വിശദമായ വാർത്തകളിലേക്ക്. വെച്ചൂർ, കാസർഗോഡ്, ഡോർഫ് ഇനങ്ങളിൽപ്പെട്ട നാടൻ പശുക്കളെ സംരക്ഷിക്കുന്നതിന് സംസ്ഥാന ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് പ്രത്യേക പദ്ധതി തയ്യാറാക്കി. നാടൻ പശുക്കളെ വളർത്തുന്ന കർഷകർക്ക് സാങ്കേതിക സഹായവും പ്രജനന മേന്മ കൈവരിക്കുവാനുള്ള പ്രത്യേക സഹായവും ബോർഡ് നൽകും. നാടൻ പശുക്കളുടെ ബീജമാത്രകൾ കർഷകർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് അതത് ഗ്രാമപഞ്ചായത്തുകളിലെ മൃഗാശുപത്രികളിൽ എത്തിക്കും. അടുത്ത സാമ്പത്തിക വർഷം പശുക്കളുടെ പരിപാലനത്തിന് 10,000 രൂപയുടെ ധനസഹായവും KLD ബോർഡ് നൽകും. വിശദവിവരങ്ങൾക്ക് അടുത്തുള്ള മൃഗാശുപത്രിയുമായി ബന്ധപ്പെടുക. ഗ്രാമീണ തലത്തിൽ കാർഷിക യന്ത്രവൽക്കരണത്തിന്റെ സാധ്യതകൾ പരിചയപ്പെടുത്തുവാനും പരിശീലനം നൽകുവാനും ലക്ഷ്യം വെച്ചുകൊണ്ട് എറണാകുളം KVK ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിൽ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു. കുടുംബശ്രീ മിഷന്റെയും മഹിളാ കിസാൻ ശാക്തീകരൺ പരിയോജനയുടെയും സഹകരണത്തോടെ നടത്തുന്ന ത്രിദിന പരിശീലന പരിപാടിയിലൂടെ വനിതാ യന്ത്രവൽകൃത കാർഷിക കർമ്മസേനകൾക്ക് രൂപം നൽകും. വിശദവിവരങ്ങൾ 9400257798 എന്ന ഫോൺ നമ്പറിൽ ലഭിക്കും. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ സംസ്ഥാനതല ലേഖന രചന മത്സരം നടത്തുന്നു. കുടുംബകൃഷിയിലേക്ക് വീണ്ടും മടങ്ങിപ്പോകാം എന്ന വിഷയം ആസ്പദമാക്കിയാണ് മത്സരം. 1ാം സ്ഥാനം നേടുന്ന മത്സരാർത്ഥിക്ക് 5,000 രൂപ പാരിതോഷികം ലഭിക്കും. 2ാം സ്ഥാനത്തിന് 3,000 രൂപയും 3ാം സ്ഥാനത്തിന് 2,000 രൂപയും ലഭിക്കും. 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. കേരള കർഷകൻ മാസികയുടെ 60ാം വാർഷികത്തോടനുബന്ധിച്ചാണ് മത്സരം. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാം. ഫോൺ 0471231438. സുഗന്ധവ്യഞ്ജന കയറ്റുമതിക്കായി നിലവിലുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി ഓഗസ്റ്റ് 31 അവസാനിക്കും. പുതിയ രജിസ്ട്രേഷനു വേണ്ടി ഓൺലൈനിൽ www.indiaspices.com വഴി അപേക്ഷിക്കാം. തേനീച്ച പരിചരണം, കോളനി വിഭജനം തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് റബ്ബർ ബോർഡ് തേനീച്ച വളർത്തലിൽ ഏകദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 1 കോട്ടയം റീജിയണൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് പരിശീലനം. പരിശീലന ഫീസ് 400 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 048123533127. വടക്കൻ കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രകൃതിയ ജൈവ കൃഷി ചെയ്യുന്ന നെൽകൃഷി ഭൂമിയാണ് കൈപ്പാട്. കൈപ്പാട് അരിയുടെ ഭൗമസൂചിക പ്രഖ്യാപനവും ഏഴോം കൈപ്പാട് നെല്ലിന സമർപ്പണവും ഏഴോത്ത് നടന്നു. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 16,200 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 17,100 രൂപ, തൃശൂർ 16,200 രൂപ, കൊപ്ര കൊച്ചി 11,200 രൂപ, കോഴിക്കോട് 10,900 രൂപ, തൃശൂർ 10,800 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 70,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 73,000 രൂപ, ചുക്ക് മീഡിയം 31,000, ചുക്ക് ബെസ്റ്റ് 32,500, മഞ്ഞൾ സേലം 7,000, ഈറോഡ് 7,200, അടയ്ക്ക പുതിയത് 25,000-നും 26,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 12,300, റബ്ബർ RSS 4 ഗ്രേഡ് 12,800, കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 12,300, റബ്ബർ RSS 4 ഗ്രേഡ് 12,900. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 16,200 രൂപ, കൊപ്ര 11,200 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300 രൂപ, പിണ്ണാക്ക് റോട്ടറി 3,000, കുരുമുളക് അൺഗാർബിൾഡ് 70,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 73,000 രൂപ, ചുക്ക് മീഡിയം 31,000, ചുക്ക് ബെസ്റ്റ് 32,500, മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 25,000-നും 26,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200-നും 270-നും മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് 400-നും 480-നും മധ്യേ, ജാതിപത്രി 700-നും 800-നും മധ്യേ, ഗ്രാമ്പു 900-നും 1,025-നും മധ്യേ. റബ്ബർ RSS 5 ഗ്രേഡ് 12,300, റബ്ബർ RSS 4 ഗ്രേഡ് 12,800, ഒട്ടുപാൽ 8,100,
ലാറ്റക്സ് 8,800 രൂപ. ഹെക്ടർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ജൈവ നെല്ലറയാണ് കൈപ്പാട് കൃഷിഭൂമി. കൈപ്പാട് പാടങ്ങളിൽ കൃഷി ചെയ്യാൻ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത നെല്ലിനമാണ് 7-1, 7-2 എന്നിവ. പുതിയതായി വികസിപ്പിച്ചെടുത്ത 7-3 എന്ന നെല്ലിന്റെ സമർപ്പണവും കൈപ്പാട് അരിയുടെ ഭൗമസൂചിക പ്രഖ്യാപനവും ടി വി രാജേഷ് MLA അധ്യക്ഷതയിൽ കൃഷിവകുപ്പ് മന്ത്രി KP മോഹനൻ നിർവഹിച്ചു. കർഷകർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇന്ന് ഇല്ല എന്ന് പറയുമ്പോൾ തെറ്റാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ പ്രദേശത്തും ഇല്ലെങ്കിലും ഇന്നില്ല, ചുരുങ്ങിക്കൊണ്ടിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കർഷകരല്ലാത്ത ആളുകൾ പോലും ഇന്ന് കാർഷിക വൃത്തിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് അന്യം നിന്ന് പോയ നമ്മുടെ പഴയകാല കാർഷിക സംസ്കാരത്തോടുകൂടി നമുക്ക് ലഭിച്ച ആ കാർഷിക ഉൽപ്പന്നങ്ങൾ നമുക്കിന്ന് ലഭിക്കുന്നില്ല. പകരം ലഭിക്കുന്നത് മറ്റു പലതുമാണ്. മലബാർ കൈപ്പാട് ഫാമേഴ്സ് സൊസൈറ്റി ഭാരവാഹികൾ ഭൗമസൂചിക സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. പടന്നക്കാട് കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ടി വനജയാണ് കൈപ്പാട് നെല്ലിന വികസന പദ്ധതിയുടെ മുഖ്യ ഗവേഷക. ഭൗമസൂചിക എന്നത് ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ ആ ഉൽപ്പന്നത്തിന് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. അതിൻ്റെ ഗുണങ്ങൾ കൊണ്ട് കിട്ടുന്ന അംഗീകാരമാണ്. അത് അവിടുത്തെ കമ്മ്യൂണിറ്റിക്ക് മാത്രം, അതായത് ഇപ്പോൾ നമ്മൾ രൂപീകരിച്ച മലബാർ കൈപ്പാട് ഫാമേഴ്സ് സൊസൈറ്റിക്കായിരിക്കും ഇതിൻ്റെ ഭൗതിക സ്വത്തവകാശം ലഭിക്കുന്നത്. കൈപ്പാട് അരിയുടെ ഭൗമസൂചിക പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ഓരുജല നെൽകൃഷി സംസ്ഥാനതല ശില്പശാല ഏഴോം ഗ്രാമപഞ്ചായത്തിൽ നടന്നു. ശില്പശാലയോടനുബന്ധിച്ച് കൈപ്പാട് കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിച്ചു. അതോടൊപ്പം വിവിധ സ്ഥലങ്ങളിലെ നെൽവിത്തിനങ്ങളുടെ പ്രദർശനവും നടന്നു. കമ്പോള അവലോകനം. വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക അന്വേഷണങ്ങൾ നിലനിൽക്കെ ഉൽപ്പന്നം വിറ്റുമാറാൻ മില്ലുകാർ കാണിച്ച തിടുക്കം കൊപ്രയ്ക്ക് തിരിച്ചടിയായി. കാർഷിക മേഖലകളിൽ കൊപ്രയ്ക്ക് ഡിമാൻഡ് കുറഞ്ഞത് ഉൽപ്പാദകരിലും സമ്മർദ്ദം ഉളവാക്കി. കൊച്ചിയിൽ കൊപ്രയ്ക്ക് 200 രൂപ ഇടിഞ്ഞ് 11,200-ലും വെളിച്ചെണ്ണ 16,300-ലുമാണ്. മറ്റു വിപണികളിലും എണ്ണവില താഴ്ന്നു. ഏലക്ക വിപണി ചൂടുപിടിച്ചു നിൽക്കുകയാണ്. നെടുങ്കണ്ടത്ത് നടന്ന ലേലത്തിൽ കയറ്റുമതിക്ക് അനുയോജ്യമായ ചരക്ക് കിലോ 1,106 രൂപയിൽ കൈമാറി. ശരാശരി ഇനം 814 രൂപയിലുമാണ്. 61,580 കിലോ ഏലക്കയാണ് ഇന്ന് ലേലം കൊണ്ടത്. വരവ് കനത്തിട്ടും നിരക്കുയർന്നു നിന്നത് ഉൽപ്പാദകരിൽ പ്രതീക്ഷ പകർന്നു. ടയർ വ്യവസായികളിൽ നിന്നുള്ള ഡിമാൻഡ് മങ്ങിയത് മൂലം ഷീറ്റ് വില 5 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന തലത്തിലേക്ക് ഇടിഞ്ഞു. കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബർ വില 12,800 രൂപയായി. ലാറ്റക്സ് 8,800 രൂപയായി ഇടിഞ്ഞു. കുരുമുളക് ഉൽപ്പാദകർ മെച്ചപ്പെട്ട വിലയ്ക്ക് വേണ്ടി ചരക്ക് പിടിക്കുകയാണ്. അതേസമയം ഉത്തരേന്ത്യൻ മാർക്കറ്റിൽ ശ്രീലങ്കൻ ചരക്ക് താഴ്ന്ന വിലയ്ക്ക് ലഭ്യമാണ്. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 28.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 31.3, 23.4. കൊച്ചി 30.4, 26.6. ആലപ്പുഴ 31, 26.8. പുനലൂർ 31.5, 22.2. തിരുവനന്തപുരം 29.2, 25.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.